ബന്ധപ്പെട്ടാണ് ഉദ്യോഗസ്ഥർ അതിന് നന്ദിസൂചകമായിട്ട് അദ്ദേഹത്തെ ചീഫ് സെക്രട്ടറി ആക്കിയത് ആരോപണമായിരുന്നു. ഇവിടെ SIR ബന്ധത്തിൽ എന്തെങ്കിലും ഇടപെടലുണ്ടായിരുന്നു? തീർച്ചയായും ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട്. SIR-മായി ബന്ധപ്പെട്ട് ചില മണ്ഡലങ്ങളിൽ കൂട്ടത്തോടെ വോട്ടുകളുടെ എണ്ണം കുറഞ്ഞത്, ചില മണ്ഡലങ്ങളിൽ അതിനാനുപാതികമായി വർദ്ധിച്ചത്. ഇവിടെ ഒരു വൈബ് വളരെ പ്രശ്നമാണ്. ആരോട് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. SIR-ന്റെ പല നീക്കങ്ങളും പബ്ലിഷ് ചെയ്യുമ്പോഴാണ് പൊതുവിൽ രാഷ്ട്രീയ പാർട്ടികൾ അറിയാറ്. പിന്നെ അതിന്മേലാണ് നമ്മൾ മുമ്പോട്ട് പോവുക. പക്ഷേ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് ഓരോ മണ്ഡലത്തിൻ്റെയും കൃത്യമായ ഒഴിവാക്കലും കൂട്ടിച്ചേർക്കലുകളും അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും അവർക്ക് മാത്രമാണ് അറിയുന്നത്. അത് പബ്ലിഷ് ചെയ്യുന്നത് നിയമാനുസൃതമായി ഇലക്ഷൻ കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രമാണ് പൊതുവിൽ എല്ലാവരും അറിയുക. അതിനു മുമ്പ് വളരെ കൃത്യമായ ഇങ്ങനെയൊരു ബന്ധം, ദുരൂഹമായൊരു ബന്ധം അവർക്കിടയിൽ ഉണ്ട് എങ്കിൽ വളരെ കൃത്യമായ വിവരങ്ങൾ പാസ് ചെയ്യുന്നതിനും ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് എത്ര വോട്ടുകളിലാണ് ശ്രദ്ധിക്കേണ്ടതെന്നെല്ലാം തന്നെ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്ന നിലയുണ്ട്. ഇപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരട്ടെ. ഞങ്ങളെല്ലാം അതിൻ്റെ പിന്നാലെ വിവരങ്ങൾ തേടുന്നുണ്ട്. വരട്ടെ. അല്ല, തെറ്റാണ്. രത്തൻ കൽക്കറ നിയമിച്ചത് ഞങ്ങളാണ് എന്നല്ല പറയേണ്ടത്. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ പാനലിലേക്ക് സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് മൂന്ന് പേരെ പ്രപ്പോസ് ചെയ്യണം. അത് കേരളത്തിൽ മാത്രമല്ല, ബംഗാളിൽ മമതാ ഗവൺമെൻറ് തന്നെയാണ് ആ പറഞ്ഞ ഉദ്യോഗസ്ഥനെ പ്രപ്പോസ് ചെയ്തത്. അത് 3 പേരിൽ ഒരാൾ, ഒരു IAS ഓഫീസറെ പ്രപ്പോസ് ചെയ്യണം. ആ 3-ൽ നിന്ന് ഒരാളെ അവരാ നിശ്ചയിക്കുന്നത്. അതങ്ങനെയാണെങ്കിൽ തൃണമൂൽ അവിടെയും ബാധകമല്ലേ? ആ ആനുകൂല്യം എന്തുകൊണ്ടാണ് അവിടെ കൊടുക്കാതിരുന്നത്? AICC രാഹുൽ ഗാന്ധി ശക്തമായ ഭാഷയിലല്ലേ തൃണമൂലിലെ ചീഫ്, അവിടെ തൃണമൂൽ നിർദ്ദേശിച്ച, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ച, അട്ടിമറി നടത്തിയെന്ന് കോൺഗ്രസ് ആരോപിക്കുന്ന ബംഗാളിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് ഉന്നത പദവി കൊടുത്തപ്പോൾ അതിശക്തമായ ഭാഷയിലല്ലേ ശ്രീ രാഹുൽ ഗാന്ധി വിശദീകരിച്ചത്? അവിടെ മമതാ ഗവൺമെന്റ് കൊടുത്തയാളാണല്ലോ എന്ന ആനുകൂല്യം ആ ഓഫീസർക്ക് കൊടുത്തില്ല. എന്താ ഇവിടെ കൊടുക്കുന്നത്? ഇല്ല, അങ്ങനെയല്ല അതിന് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ മമതയ്ക്ക് പറയട്ടെ, മാനദണ്ഡമല്ല, IAS-ന്റെ 3 ഉദ്യോഗസ്ഥരെയാണ് കൊടുക്കുക. ആ കൊടുക്കേണ്ട ഉദ്യോഗസ്ഥരുടെ മാനദണ്ഡ പ്രകാരമുള്ള ആളെ കൊടുക്കുന്നു. ആ കൊടുക്കുന്ന 3 പേരിൽ ഒരാളെ അവർ പിക്ക് ചെയ്യുന്നു. അതിവിടെയും എങ്ങനെയാണ്, ബംഗാളിലും അതാണ് സംഭവിച്ചത്. പ്രശ്നം എന്താണ്? ഇതിൽ രാഷ്ട്രീയ വിവാദമായി ഉയർന്നു വന്നത് എങ്ങനെയാണ്? ഇവർ രണ്ടുപേരും തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്കിടയിൽ ഏറ്റവും ഫെയറായ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടത്തേണ്ട സമയത്ത് ഇവരുടെ പൊളിറ്റിക്കൽ ലീനിയൻസ് എക്സ്പോസ് ചെയ്യപ്പെട്ടു. അപ്പോൾ ആരോപണ വിധേയമായി. അതാ ഞാൻ പറഞ്ഞത്, KPCC ഔദ്യോഗികമായി, AICC ഔദ്യോഗികമായി ഇവരെ തള്ളി പറയുന്നു. ഇപ്പോഴല്ല, ഇവർ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന ജോലി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ബംഗാളിലും അതെ, ഇവിടെയും അതെ.